കമന്റ് വരുന്നുണ്ട്. യൂട്യൂബർമാരൊക്കെ ഇപ്പൊ പുതിയ വീഡിയോ എടുക്കാൻ തുടങ്ങി. യൂട്യൂബിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇടുന്ന കുറച്ച് വീഡിയോസിന് കമന്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബ് ഹലോ ഗൈസ്, സംഗീത് കുമാർ യൂട്യൂബ് ചാനലിൽ സംബന്ധമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം സംസാരിക്കാനാണ് വന്നത്. അവർ ഒരു വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നു ഒരു 6 മണിക്കൂർ മുമ്പ്. വീഡിയോ പണി തുടങ്ങി, അതിനുശേഷം അവർക്ക് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഒക്കെ. ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ 15 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിച്ചൊരു യൂട്യൂബ് ചാനലാണ്. KL ബിജു, പിന്നെ വേറൊരു ചാനലും കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഇത് 3ാമത്തെ ചാനലാണ് സത്യം പറഞ്ഞാൽ. ഒരുപാട് സന്തോഷം. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 8 മാസം മുമ്പ് വെറൈറ്റി മീഡിയ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ 20K ഉള്ള സമയത്ത് 650ഓളം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷോർട്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു യൂട്യൂബിൽ. ഷോർട്സ് വന്നതിന് ശേഷമാണ് അത്യാവശ്യം ഇത്രയും എന്ന് വെച്ചാൽ മിക്ക യൂട്യൂബ് ചാനലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ KL ബിജുവിൻ്റെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് ഇപ്പോൾ 50K, നമുക്ക് ഒരുപാട് സന്തോഷമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞാൽ KL ബിജു. പിന്നെ വേറൊരു ചേട്ടനനിയന്മാരുണ്ടായിരുന്നു, പക്ഷേ നൈസായിട്ട് അവരുടെ റിയൽ ക്യാരക്ടർ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ കൂടാറില്ല. പക്ഷേ എല്ലാവരും പറയുന്ന സംഗീത് കുമാറും അനിയൻ സായുജിൻ്റെയും കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വൈഫിൻ്റെ 2ൻ്റെ പേര് രേഷ്മയെന്ന് തന്നെയാണ്. വേറെയും പേര് രേഷ്മ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വെറൈറ്റി മീഡിയയിൽ ആ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ രേഷ്മ വിളിക്കുമ്പോൾ ഈ രേഷ്മ വരുമോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആ അമ്മയുടെ ചിരി, ആ അമ്മയുടെ മിണ്ടേണ്ട ആവശ്യമില്ല, പുള്ളിക്കാരി അവരൊന്ന് ചിരിച്ചാൽ മാത്രം മതി, ഒരു ഐശ്വര്യം തന്നെയാണ്. ഓക്കെ, അവരെന്തായാലും ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. വീഡിയോ പണിയുടെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കമൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ തെലുങ്കാന, ശ്രീലങ്ക, ഇല്ലാത്ത കർണാടക, എൻ്റെ പോലും ഇല്ലാത്ത സ്ഥലത്ത് അവർ പറയുന്നത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇവർക്ക് കുറച്ച് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ തമ്പിലൈനിലെ ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ വെച്ച് ഫേസ്ബുക്കിലായിരിക്കും. ഫേസ്ബുക്കിൽ ചെന്ന് നോക്കിയപ്പം അങ്ങനെ നെഗറ്റീവ് 1 2 മാത്രം എനിക്ക് ഞാൻ എൻ്റെ കണ്ണി കാണാനിടയായിട്ടുള്ളൂ. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടാണ് പറയുന്നത്. പിന്നെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ കണ്ടു കാണുമായിരിക്കും, അതായിരിക്കും ഒരു പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവരുടെ വീഡിയോയിലോട്ടൊന്ന് പോകാം. ഇവർ ഈ തമ്പിലൈനിൽ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അവസാനത്തെ 4 മിനിറ്റ് മാത്രമേ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഐഡിയ എന്തോ പറഞ്ഞു എന്നാ പൂച്ചക്ക് കയറാൻ വേണ്ടിട്ട് ഇവര്, അതായത് നമ്മള് പ്രകൃതി സൗഹാർദ്ദം എന്ന് പറയുന്നത്, അതുപോലെ പൂച്ചക്ക് കയറാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു കമ്പി ഇങ്ങനെ വെച്ചു. അടുക്കളേന്റെ എല്ലാ വാതിലും അടിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട് പൂച്ച വരുന്നുണ്ടാവും. അടിപൊളി. മുകളിൽ പോയിട്ട് കളിക്കാന്ന് വെച്ചാൽ ഇരുടായിരിക്കും, എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയല്ലാന്ന്. വീഡിയോ ഉണ്ടല്ലോ. എന്തായാലും നമുക്കിനി ഇവർ അവസാനം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. അവസാനം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് മെയിൻ ആയിട്ടുള്ളത്. അറിയാലോ, നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ. ഒരാൾക്ക് ഇവർക്കൊന്നും ഒരു നെഗറ്റീവ് ഇല്ല ഈ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ. അങ്ങനെ 2-3 ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു നെഗറ്റീവ് ഇല്ലാത്ത. അതിൻ്റെ 6 മാസം മുമ്പ് ചേട്ടൻ്റെ അനിയൻ്റെ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. അതായിരുന്നു ഒന്നൊന്നൊരു സംഭവം തന്നെ ആയിരുന്നു. ഓക്കെ, ഇവർക്ക് എന്തിനാണ് ഇവരെയൊക്കെ കുറ്റം പറയുന്നത്? സത്യത്തിൽ 2 പേർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്നിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനൊക്കെ എൻ്റെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിലെ കാര്യങ്ങളും അതും ഇതുമൊക്കെ നോക്കാൻ വേണ്ടി മാത്രം ലീവ് എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലോട്ട് വരികയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഷിപ്പിലാണ് ജോലി ചെയ്തൊക്കെ ചെയ്തത്. അപ്പോൾ ഒരുപാട് ആൾക്കാരെല്ലാതെ കാണുന്നത് നിനക്കൊന്നും ഒരു ജോലിയും ഒന്നും ഇല്ലടാ, നിനക്ക് പണിയെടുത്ത് ചോറുണ്ടടാ, ചോറുണ്ടുമ്പോൾ അതിനൊരു ഇതുണ്ട്, ഇറങ്ങും, ദഹിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്കൊക്കെ എന്താ, ഈ ചേട്ടൻ അനിയനാണെങ്കിൽ പോലും അവർക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർ എന്താ പറയണ്ടേ, ജീവിക്കാനാണെങ്കിലും എല്ലാവർക്കും എന്താ പറയണ്ടേ, ഒരു നെഗും കാര്യങ്ങളുമില്ല. ഈ അപൂർവമായിട്ട് കാണുന്ന ഒരു ചില ഫാമിലിയിൽ നമുക്ക് പെടുത്താം. ഓക്കെ, ഞാൻ കൂടുതൽ ഘടിപ്പിക്കുന്നില്ല. ഇവർ അവസാനം പറയുന്ന ആ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അപ്പൊ നമ്മളെ യൂട്യൂബിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇടുന്ന കുറച്ച് വീഡിയോസിന് കമന്റ് ആയിട്ട് വരുന്നുണ്ട്, നിങ്ങൾ യൂട്യൂബർമാരെല്ലാം ഇപ്പൊ വീട് വെക്കലായി യൂട്യൂബ്. അപ്പൊ നമ്മളെ വീഡിയോയിൽ വന്ന കുറച്ച് കമന്റ് കേട്ടോ, വളരെ കുറച്ച്. ബാക്കിയുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാം നമ്മൾ എങ്ങനെയാണ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത്, നമ്മൾ ഏത് ടൈപ്പിലാണ് വീഡിയോ എടുക്കുന്നത്. പറയുന്നവരോട് നമുക്കൊന്നും കിട്ടുന്നില്ല, നമ്മൾ വെറുതെ വീഡിയോ മാത്രം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യമില്ലല്ലോ. കാരണം എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ ഉള്ള നമ്മുടെ നാട്ടിലുള്ളൊരു ഏകദേശം ഒരു 75% ആൾക്കാർക്കും ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കാരണം ഓരോ ദിവസവും ഒരുപാട് പേര് ഇപ്പൊ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങി വരുന്നുണ്ട്. കാരണം കാണുന്നവർക്കൊക്കെ ഇപ്പൊ യൂട്യൂബ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അതിനെപ്പറ്റി ഏകദേശം ധാരണയുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ വീട് തുടങ്ങി എന്നുള്ളത് അറിഞ്ഞപ്പോഴുള്ള കമന്റാണ് ഇപ്പൊ ഞാനീ പറഞ്ഞത്. ഇടുന്നുണ്ട്. യൂട്യൂബിനെ കുറിച്ച് അറിയാത്തവരാരുമില്ല സത്യം പറയാലോ. ഈ അടുത്ത കാലത്ത് മിക്കവരും ഇപ്പൊ കേരളത്തിലെ എങ്ങനെ പോയാലും ഒരു 45% എങ്കിലും യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്. സീരിയസ്ലി പറഞ്ഞാൽ യൂട്യൂബ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മാർക്കറ്റിൽ പോയി കുറച്ച് സാധനം മേടിക്കാൻ പോയ സമയത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഡാനി അത്യാവശ്യം ഓക്കെ ആണല്ലോ, എനിക്കൊന്ന് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ, ഡാനി ഒരു എന്നാ ഫ്രീ ആവുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന ഡേറ്റ് ഞാൻ ഫ്രീ ആണ്, ഡാനി ഒന്ന് വന്ന് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. എനിക്കൊരു അക്കൗണ്ടും കാര്യങ്ങളും ഒന്ന് തുടങ്ങി തരാമോ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എന്താ ചേട്ടാ തുടങ്ങി തരുന്നതിനൊക്കെ എന്താ, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ
എല്ലാവരും ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഇന്ന ആൾ രക്ഷപ്പെട്ടു, ചിലപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ രക്ഷപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഫാമിലി വ്ളോഗോ അതൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. പക്ഷേ വന്നിട്ട് എന്താ പറയണ്ടേ, കമൻ്റ് ഇടരുത്, ഇതുപോലുള്ള വിവരം കിട്ടുന്നത് സംസാരിക്കുകയും ചെയ്യരുത്. ഒരാൾ രക്ഷപ്പെട്ട് കാണുന്നത് നല്ല കാര്യമില്ല. നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നുണ്ടോ അത്രയും നമുക്ക് ഗുണമല്ലേ ചെയ്യുന്നത്. നെഗടിച്ചോണ്ടിരുന്ന ജീവിതകാലം മുഴുവൻ നെഗടിച്ചോണ്ടല്ലേ ഇരിക്കാൻ പറ്റൂ. ഓക്കെ, ബ്രോ പറയുന്നത് ബാക്കി കൊടുത്ത് കേൾക്കാം. അല്ല ഞാനെന്താ ചിരിച്ചത്, നിങ്ങൾക്ക് കുറച്ച് അറിയത്തില്ല. ഇതിന്റെ മുകളിൽ കാക്ക വന്നിരുന്നിട്ടുണ്ടേനു. ഞാൻ മുകളിലോട്ട് നോക്കി, അപ്പാട് ഇവർക്ക് മനസ്സിലായി, അവര് ചിരിച്ചു. അറിയാണ്ടിരുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അല്ല, ഇവിടെ സീരിയസ് ആയിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. കാക്ക ദൂരോന്ന് ഞാൻ നോക്കുക. നമുക്കെന്ത് കമന്റിൽ വന്നത് എന്താ അറിഞ്ഞിന്, നമുക്ക് ഇത് പറയാണ്ടിരിക്കാൻ പറ്റീനാ. അമ്മ ഇതിൽ ആര് പറഞ്ഞു, ഏറെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കേട്ടില്ലല്ലോ. അമ്മ കമന്റ് വായിക്കുന്നില്ലല്ലോ. അമ്മ കമന്റ് വായിക്കും, അമ്മ പേപ്പർ മാത്രമേ വായിക്കുന്നുള്ളൂ. എടുക്കയില്ല, അതുകൊണ്ട് സമയം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് വ്ളോഗ് എടുക്കുന്നേ ഉള്ളൂ. അതിന് കൂട്ടത്തിൽ ഇത് പറയുന്നില്ല. അത്രേ ഉള്ളൂ, ജസ്റ്റ് ടൈം പാസ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നമ്മളിൽ വരുന്ന എല്ലാ 99.99% ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നവരെ കമന്റാണ്. കാരണം അവരെ കമന്റ് കണ്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റാണ്. നിങ്ങളെ ഇഷ്ടമാണല്ല, അങ്ങനെ ജോലിക്ക് പോവാതെ നമുക്ക് ഈ യൂട്യൂബ് തുടങ്ങിയാൽ മതിയായിരുന്നല്ലോ. ആ അല്ലോ എന്നുള്ളത് മാറ്റിയിട്ട് അവർക്ക് അതങ്ങ് തുടങ്ങിയാൽ മതി. ആടെ പ്രശ്നം തീർന്നു. കാരണം ഈ ഫോൺ എന്ന് പറയുന്നത് ഇപ്പൊ ആർക്കും ഇല്ലാണ്ടില്ല. ഒരു ഇമെയിൽ ഐ ഡി തുടങ്ങി അതൊരു യൂട്യൂബ് ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിന് ഇപ്പൊ ആരും പേടിക്കണ്ട. ഞാനൊരു കഥ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഒരു ബന്ധത്തിലുള്ളവരെ കുഞ്ഞമ്മ പറഞ്ഞതാ. ആർമിയിലാണ് ഭർത്താവ്. ഓക്കെ, ഇത് 3-4 വർഷം മുമ്പുള്ളൊരു കഥ. ആർമിക്കാരനാ ഭർത്താവ്. എന്തോ ഒരു പാർട്ടി, പുതിയൊരു പാർട്ടി എങ്ങനെ ഇലക്ഷൻ സമയത്ത് എങ്ങാണ്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ജയിച്ച് ഈ പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു സംഭവം പറയുന്നത് കേട്ട്, അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞാൽ മാസം പെൻഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. എങ്ങാണ്ട് 3000-4000 രൂപ എങ്ങാണ്ട് അങ്ങനെ ഏതാണ്ട് പറയാണ്ട് ചെയ്ത്. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മാമി, അതെങ്ങനെ ശരിയാവും, ആർമിക്കാർക്ക് മാത്രം അങ്ങനെ കൊടുത്താൽ മതി, മറ്റുള്ളവർക്ക് അങ്ങനെ കൊടുക്കുന്നത് അത് മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പാർട്ടിക്ക് കൂട്ടിയതില്ല. കാരണം എന്താ, ഭർത്താവ് ആർമിക്കാരൻ, എന്തായാലും ഇവർക്ക് ഇത് കിട്ടും. മറ്റുള്ളവർക്ക് കിട്ടുന്നതിൻ്റെ ഒരു അസൂയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉള്ള കാര്യം തുറന്നു പറയാം, അസൂയ എന്ന് തന്നെ നമ്മൾ പറയും. ഈ പറയുന്ന എൻ്റെ ഇപ്പം മാമി എന്ന് പറഞ്ഞ അവരുടെ ഭർത്താവ് ആർമിക്കാരനല്ല എന്ന് വെക്കുക, അവർക്ക് ഈ പറയുന്ന ഇങ്ങനൊരു ഓഫർ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരാൾ പഞ്ചായത്ത്, ഇങ്ങനൊരു പാർട്ടി പഞ്ചായത്തിൽ നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ എന്തായാലും അവർക്ക് വോട്ട് കൊടുക്കത്തില്ലേ? എന്തായാലും ഒരു 60 വയസ്സ് കഴിയുമ്പോൾ പൈസ കിട്ടത്തില്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാത്തവർ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തു, ഞാനത് വേണമെങ്കിൽ എഴുതി തരാം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആ പാർട്ടിയുടെ പേരൊന്നും അറിയത്തില്ല, എന്തോ ഒരു സാധാരണ ഒരു എന്തോ അന്നങ്ങാണ്ട് കയറി വന്നൊരു സംഭവം കണ്ട. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇവർ പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് കേൾക്കുക. ഫോൺ തന്നെ നമുക്ക് ആക്കാനല്ലോ, നമ്മളെല്ലാം അങ്ങനെയാ ചെയ്തത്. അതുപോലെ ഒന്ന് ആക്കി നമുക്കൊരു യൂട്യൂബ് തുടങ്ങാനേ ഉള്ളൂ. പിന്നെ ചോദിക്കും, നിങ്ങൾ ഫാമിലീനെ വെച്ചിട്ട് അല്ലേ, നിങ്ങൾ ഫാമിലി മൊത്തത്തിൽ കാണിച്ച് ഫാമിലീനെ അങ്ങനെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിട്ടല്ലേ നിങ്ങൾ. അതിപ്പോ എനക്കൊരു ഫാമിലി ഉണ്ടായി പോയത് പിന്നെ പറയാൻ പറ്റും. നിങ്ങൾ ഫാമിലിനെ കൂട്ടിയിട്ട് ഇൻട്രസ്റ്റോടെ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവരല്ലേ, അവളെ പിടിച്ചു നിർത്തിയിട്ട് വീഡിയോ എടുപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇല്ലല്ലോ, ഇവരെ തന്നെ നമ്മളിപ്പോ പിടിച്ചു കെട്ടിട്ട് കൊണ്ടുവന്നല്ലോ. അപ്പൊ അങ്ങനെയാണ് അമ്മക്ക്. പക്ഷെ അമ്മക്ക് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. കാരണം അമ്മക്ക് ഈ യൂട്യൂബ് ഈ സംഭവം തുടങ്ങിയതിന് ശേഷം പുറത്തിറങ്ങാൻ പറ്റാണ്ടായി, കുടുംബശ്രീന്ന് ഒഴിവായി, തൊഴിലുറപ്പിന്ന് ഒഴിവായി. കാരണം അവിടെ ഒന്നും പണിയെടുക്കാൻ പറ്റുന്നില്ല. പോകുന്നവർ വരുന്നവർ സെൽഫി എടുക്കാൻ തന്നെ, അതായത് എന്താ പണിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ ആയാലോ മെനമെല്ലാം പറഞ്ഞു വിട്ടുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അത്രയേ ഉള്ളൂ. കാരണം ഇത് എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്നതാണ്, എല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ എല്ലാവരും ഒരുവിധം എല്ലാവർക്കും ഈ സംഭവം ഉണ്ട്. യൂട്യൂബ് കാര്യങ്ങളെല്ലാം ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ വെറുതെ കമന്റ് ഇട്ടിട്ട് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയുന്നതിന് നല്ലത് നിങ്ങളൊരു യൂട്യൂബ് തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടോ, അല്ലെ അതിനെന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കണോ, അതിന് എന്തെങ്കിലും മെനക്കെടണോ എന്നുള്ളതല്ല. അപ്പൊ അന്നേരം നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. ഏട്ടനിടെ നാട്ടിലില്ല, ഏട്ടൻ നാട്ടിൽ ഇപ്പൊ പറഞ്ഞത് നിങ്ങളൊന്ന് എടുത്ത് നോക്കി. ഇത് കാണുന്നവരോടാണ് പറഞ്ഞു, ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, ചിലപ്പോൾ ഇച്ചിരി നല്ല ഇതുപോലെ ചെയ്ത് വരുമ്പോൾ നല്ല മെനക്കേട് വരും. അല്ലാതെ റിയാക്ഷൻസ് വീഡിയോസൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം അറിയാം എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് വല്ല ഡിപ്രഷനോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എൻ്റെ മക്കളെ എഡിറ്റിങ്ങിൽ അത് ശരിക്കും ബാധിക്കും. നമ്മളെ എൻ്റെയൊക്കെ വള്ളിയും പുള്ളിയൊക്കെ തെറ്റി എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുള്ള എൻ്റെ ഒരു 1.5-2 മാസം ഈ അടുത്ത സമയത്ത് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും എൻ്റെ പേഴ്സണലൊക്കെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇദ്ദേഹം പറയുന്ന ബാക്കി കൂടെ കേൾക്കാം.
നാട്ടിലില്ല. ഏട്ടൻ നാട്ടിൽ ഇപ്പൊ കൊല്ലത്തിൽ 2-3 പ്രാവശ്യം മാത്രമേ വരുള്ളൂ. അങ്ങനെ വന്നു പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ വീഡിയോകളും കാണാത്തത്. അതും ഇപ്പൊ ഇവിടെ എണീച്ചു. അപ്പൊ ഒരാള് ഓടിപ്പോയി ഇത്ര ഒരു വീഡിയോ എടുത്ത ആളിതാ. അപ്പൊ എന്റെ മുഖം കിട്ടിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അങ്ങനെ നമ്മുടെ പുതിയ കാണാൻ. ഓക്കെ, പിന്നെ ഇവരുടെ ബ്രദറിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ആർമിക്കാരനാണ്. പറയുമ്പം ഭയങ്കര അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ സന്തോഷിക്കാം. നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇവരൊക്കെ ഇപ്പം 3-5 കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. തെറിവിളിയോടെ തെറിയും ഇപ്പം പറയുന്ന മെയിൻ കാര്യം, നിനക്കൊന്നും വേറെ പണിയില്ലേ, ഈ ഫാമിലി വ്ളോഗ്സിനെങ്കിലും നീയൊക്കെ വിടറാ നാണം കെട്ടവനെ എന്നേ പറയത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഞാൻ കാണും, ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുള്ളൂ. ഞാൻ ഇവരുടെ എന്താ പറയണ്ടേ ഷോർട്സ് ഒക്കെയാണ് കൂടുതലും. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു വട്ടം കണ്ട് വെറൈറ്റി മീഡിയ ഞാൻ പറഞ്ഞില്ലേ അത് കാണും. നമ്മൾ പിന്നെ കണ്ടന്റ് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ ഇൻ്റർവ്യൂ ഇരുന്ന് കുത്തിയിരുന്ന് കാണുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ജീവിക്കട്ടെ മക്കളെ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ ഫാമിലിയിൽ ഇഷ്ടപ്പെട്ട ആരാണെന്ന് പറഞ്ഞാൽ എടുത്ത് പറയാം. ഓക്കെ, സംഗീതാണോ, സായുജാണോ, രേഷ്മയാണോ, അതോ അമ്മയാണോ? അമ്മയുടെ ചിരി അത് വേറെ ലെവൽ തന്നെ. അതിനൊരു പ്രത്യേക ഒരു ലൈക്ക് അങ്ങ് കൊടുത്തേക്കണം. എനിക്കല്ല, അവരുടെ ചാനലില്ല. ഓക്കെ, ഇനി ചിലപ്പോൾ എല്ലാവരും പറയും ഇനി അമ്മയുടെ വരുമ്പോൾ ഞാൻ ലൈക്ക് മേടിക്കുമെന്ന്. ഓക്കെ, എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ. സബ് ചെയ്യാത്തവർ എന്തായാലും തീർച്ചയായിട്ടും സബ് ചെയ്യുക. ഓക്കെ.